ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ലെഗസ്റ്റോമിയുടെ വെറൈറ്റീസ് കാണാം. കൂടാതെ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയൊക്കെ ഓർഡർ വന്ന സാധനങ്ങൾ നമുക്ക് ഓണത്തിൻ്റെ അവധിയൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അയച്ചിട്ടില്ല. കുറച്ച് ഓർഡറുകൾ പെൻഡിങ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഗസ്റ്റോമിയ പ്ലാന്റ് അല്ലെങ്കിൽ ക്രേപ്പ് മേർട്ടിൽ, അതും അല്ലെങ്കിൽ മെയ് ഫ്ലവർ എന്നറിയപ്പെടുന്ന ഈ ചെടിയാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ലെഗസ്റ്റോമിയയുടെ കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. ഇതൊരു കോംബോ ഓഫറിലാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് ഈ പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, വൈറ്റ്, പിങ്ക്, അങ്ങനെ 3 കളേഴ്സാണ്. അപ്പോൾ ഈ 3 കളേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, ഫ്ലവേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ലെഗസ്റ്റോമിയ എന്ന് പറയുന്നത് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുടെ ഒരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാ ചെടികളും നന്നായിട്ട് പൂക്കുന്നതാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഈ ചെടികൾ കാണുന്നത്. നമ്മുടെ ക്ലൈമറ്റിൽ ഈ ചെടികൾ നല്ല രീതിയിൽ വളരുകയും പൂക്കുകയും ചെയ്യും. ഏകദേശം ഒരു കുറ്റി മരം പോലെ നിന്ന് പൂക്കുന്നതാണ് ഈ ചെടികളുടെ പ്രകൃതം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണുന്നത്. ഇതിലാദ്യത്തെ പ്ലാന്റ് ലെഗസ്റ്റോമിയയുടെ വൈറ്റ് ആണ്. ഇത് 3ഉം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മണിമരുതാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട, ലെഗസ്റ്റോമിയയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നത് വൈറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ വൈറ്റ് ആണ്. വൈറ്റ് അത്ര കോമൺ ആയിട്ടുള്ള ഒരു ലെഗസ്റ്റോമിയ പ്ലാന്റ് അല്ല. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലീഫിൽ വൈറ്റ് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. റെഡിലും ബ്ലാക്ക് ലീഫിലും വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നതുണ്ട്, അത് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലീഫിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് വരുന്നത്. നമുക്ക് വൈറ്റിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഹൈറ്റ് വരുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പം വരുന്ന ചെടിയാണ് ഈ കാണുന്ന ബ്ലാക്ക് ലീഫും. ഇതിൽ റെഡ് ഫ്ലവേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട്, ഇത് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. റെഡ് ഇതുപോലെ ബ്ലാക്ക് ലീഫ് വരുന്ന റെഡ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഉള്ളത്. കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് ആണിത്. ബ്ലാക്ക് ലീഫും റെഡ് ഫ്ലവേഴ്സും വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു സൈസിലാണ് ഈ പ്ലാന്റ് വളരുക കേട്ടോ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പിങ്കാണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അത് കുറച്ചും കൂടി വലിയ സൈസാണ് കേട്ടോ. നമുക്കുള്ളതിൽ ഏറ്റവും വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ്. ലൈറ്റ് കളറാണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളരും. 3 പൂമരങ്ങളാണ്, ചെറിയ മരങ്ങൾ, നല്ലൊരു കുറ്റിച്ചെടികൾ തന്നെയാണ്. അപ്പോൾ ഈ 3 പ്ലാന്റ്സും ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇത് വാങ്ങുന്ന ആൾക്കാർ നല്ല വെയിലിൽ വെച്ചിട്ട് വേണം ഈ പ്ലാന്റ് വളർത്താനായിട്ട്. നമ്മൾ റോസൊക്കെ വെക്കില്ലേ, അതുപോലെ വെയിലിൽ വെക്കണം. അങ്ങനെ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുക. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ വളങ്ങൾ ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് NPK ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മുതൽ കൊടുക്കാം. പ്ലാന്റ് മെച്ചുറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DAP ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും. ചെറിയ ചെടികൾ, തീരെ ചെറിയ ചെടികൾ പൂക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് പൂക്കുകയാണെങ്കിൽ തന്നെ ആ പൂക്കൾ നുള്ളിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചെടികൾക്ക് നല്ലത് അതാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് ചെറിയ ചെടികൾ പൂക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചെടികൾ അത്യാവശ്യം വളർന്ന് മെച്ചുറായിട്ടും പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നാച്ചുറലി ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഒരു വലിയ സംശയമാണ് കുറേ പേരുടേത്, വയനാട്ടിൽ വളരുന്ന ചെടികൾ നമ്മുടെ ക്ലൈമറ്റിൽ വളരില്ല എന്നുള്ളത്. ഒരിക്കലും അതങ്ങനെയല്ല. നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂവിലുള്ള ഡിഫറൻസ് കാരണമാണ് അതുപോലെ ഫ്ലവേഴ്സ് ആവാതിരിക്കുന്നത്. നമ്മുടെ പോട്ടി മിക്സിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ pH കറക്റ്റ് ആക്കാം. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നമ്മൾ സക്സസ് ആവും ഉറപ്പായിട്ടും. നമുക്ക് ആ pH ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു 3 പ്ലാന്റ്സിന് കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് 399 രൂപയാണ്. അപ്പോൾ ലെഗസ്റ്റോമിയയുടെ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് വഴി ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തോളൂ കേട്ടോ.